ഹലോ, ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. ഇന്നത്തെ നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ്. അന്നേരം നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ രാവിലെ ചെറുപയർ കറിയും നീർദോശയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ മിക്കവേറും ദിവസങ്ങളിൽ എന്താണെന്ന് പറയുക, നീർദോശയാണ്. ചെറുപയറിൻ്റെ കറി കുറേ ദിവസമായിട്ടോ. ചെറുപയർ കറി വെക്കാണ്ട് എപ്പോഴും ചെറുപയർ കറി വെക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമില്ല. അതായത് ചെറുപയർ ലേശം ഉപ്പും മഞ്ഞൾപ്പൊടി ലേശം മുളക് പൊടി ഇട്ട് വേവിച്ച് നന്നായിട്ട് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് അതും ഒഴിച്ച് തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ വാട്ടി അതും ഇട്ടു കേട്ടോ. ചെറിയ കഷ്ണം തക്കാളിയും ചെറിയ കഷ്ണം ഉള്ളി ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ നീർദോശ ഉണ്ടാക്കി ഷാണിതൊക്കെ കൊണ്ടുപോകാനുള്ള നീർദോശയും ചെറുപയർ കറി ആക്കി കൊടുത്ത് പിന്നെ ഇതാ കുട്ടികൾക്കുള്ളത് ചുട്ടു കേട്ടോ. ഞാൻ നീർദോശ അങ്ങനെ തിന്നൂലാണ്ട് എനിക്ക് ഒരു കുറ്റി ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കി കേട്ടോ. ഇന്നലത്തെ പഴം ഉണ്ടായിരുന്നു, അന്നേരം അതും കൂട്ടിയിട്ട് ഞാൻ പുട്ട് തിന്നു കേട്ടോ, 2 കഷ്ണം. പിന്നെ രാവിലത്തെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എന്നും ഉള്ളതുപോലെ തന്നെ പാത്രം കഴുകുക, തുണി അലക്കുക, അടിച്ചു വാരുക, തുടയ്ക്കൽ. പിന്നെ പൊന്നൂസ് സ്കൂൾ പൂട്ടിയതിന് ശേഷം പൊന്നൂസിൻ്റെ പണിയാണ് കേട്ടോ അടിച്ചുവാരി തുടക്കൽ. അതിലിപ്പം ഞാൻ പോലില്ല. ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ. പിന്നെ മീൻ വാങ്ങിയായിരുന്നു രാവിലെ, മത്തി. അന്നേരം അത് വറുത്തു കേട്ടോ. അതാ കറിയൊന്നും വെച്ചില്ല, വലിയ വലിയ മത്തി. അന്നേരം കറി വെക്കുമ്പോൾ വലിയൊരു സുഖം തോന്നില്ല. അന്നേരം ഞാൻ അതിനെ ഉപ്പും മഞ്ഞളും മുളകൊക്കെ തിരുമ്മി വറുത്തു. അന്നേരം പൊന്നൂസ് പയറുപ്പേരിക്കുള്ളത് അരിഞ്ഞു തന്നു കേട്ടോ. മെഴുക്കുവരട്ടിയാണ് കേട്ടോ വെച്ചത്. വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് മെഴുക്കുവരട്ടി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റല്ലേ. നമ്മളെ പയർ എന്നും നമ്മൾ പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ടിട്ടല്ലേ വെക്കുക. അവരിന്ന് മെഴുക്കുവരട്ടി വെക്കാൻ വിചാരിച്ചു. കുറച്ച് നീളത്തിൽ പൊട്ടി മുറിച്ചിട്ടിട്ട്. അന്നേരം കുഞ്ഞാപ്പൂ ഇതാ കത്രികയൊക്കെ എടുത്തിട്ട് പൊന്നൂസിനെ സഹായിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം പുറത്തേക്കാണ് കേട്ടോ പോണേ. അതാ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. ലേശം നേരം ഒന്ന് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാട്ടോ മീൻ വറക്കാൻ വെച്ചാൽ. പിന്നെ എനിക്കൊന്ന് തലപ്പുഴ വരെ പോകാനുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി ഈ പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിട്ട് വേഗം ഞാനും കുഞ്ഞാപ്പവും കൂടെ ഒരു 12:30 ആയപ്പോൾ വേഗം പോയിട്ട് വന്നു കേട്ടോ. ഞങ്ങൾ പോയി വരുമ്പോഴത്തേക്കും നമ്മളെ മഴച്ചേട്ടൻ ഇവിടെ ഏകദേശം എത്തി തുടങ്ങിയിരുന്നു. അനിയൻ്റെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവരിവിടെ ഇല്ല, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, കുട്ടികൾ ഇവിടെ ഇല്ല, അമ്മ അച്ഛൻ മരിച്ചിട്ട് അവിടെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അന്നേരം അവർ വന്നിട്ടുണ്ട്. അന്നേരം കുഞ്ഞാപ്പൂനും കുഞ്ഞൂട്ടനൊക്കെ കുറേ നാൾ കൂടി കണ്ടതുകൊണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ. കുറേ നേരം ഓടിക്കളിയായിരുന്നു. അവനിവിടെ വന്നപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു കേട്ടോ. ഫുള്ള് ഓട്ടമായിരുന്നു. അതായത് നമ്മൾ പയർ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. വെളുത്തുള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഉള്ളിയും കൂടെ ഇട്ടിട്ട് സവാളയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഉള്ളി വാട്ടിയെടുക്കുക. അതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ഉപ്പും ചേർത്തിട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നീളത്തിൽ മുറിച്ചുകൊണ്ടൊന്നും വെന്തിട്ടൊക്കെ ലേശം വെള്ളം ഒഴിക്കുന്നുള്ളൂ. അതും കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇവർക്ക് സ്കൂളിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ പയർ വേവ് കുറഞ്ഞ കിട്ടുകയെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ആദ്യമൊക്കെ പയറുപ്പേരി വീട്ടിൽ നിന്ന് കൊടുത്താലും കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. എനിക്ക് പയറും കാബേജൊക്കെ കുട്ടികൾക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ തിന്നു കേട്ടോ. ഇവർക്ക് നല്ലോണം വേകണം. പയറാണെങ്കിലും കാബേജാണെങ്കിലും ഇങ്ങനെ വെന്തുടഞ്ഞാലാണ് ഇവർക്ക് ഇഷ്ടം കേട്ടോ കഴിക്കാൻ. അതായത് നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ പച്ചക്കറി കുറച്ച് വേവ് കുറച്ച് കഴിക്കണം എന്നല്ലേ പറയുക. അതിൻ്റെ ഇപ്പോഴത്തെ പച്ചക്കറി കഴിക്കാനും പറ്റില്ല കേട്ടോ, വിഷം അടിച്ച് വരുന്നതുകൊണ്ട്. അത് വേറൊരു കാര്യം. ഞാനിതിൽ മുന്നേയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും എപ്പോഴൊന്നും വെക്കില്ല. നമ്മൾ എളുപ്പത്തിന് വേഗം എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് വേഗം അങ്ങ് വേവിച്ചെടുക്കുകയല്ലേ ചെയ്യുക. കുട്ടികൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ടൗണിൽ പോയത്. ചോറും കറിയൊക്കെ ആക്കി വെച്ചതിന് ശേഷം പോയി. ചോറ് പിന്നെ രാവിലെ വെച്ചു. ഉപ്പേരി മീൻ വറുക്കലാണ് ഒരു 10-11 മണിയൊക്കെ ആയത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്ത് അതൊക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടി എടുക്കുക. അത് ചാവടി കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോസ് എടുക്കാൻ പോകും കേട്ടോ. അതൊക്കെ എടുത്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് സമയമാവും. അത് നമ്മളെ ഉപ്പേരി എല്ലാം മിക്സാക്കി പയറൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് മിക്സാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ടൗണിലൊക്കെ പോയി വന്ന് കഴിഞ്ഞപ്പോൾ അമ്മേൻ്റെ ഏച്ചി മൂത്തമ്മ ഒരു ചക്ക തന്നു കേട്ടോ. പഴുത്തത് കുറേ ദിവസമായി എന്നോട് പറയുന്നത് ചക്ക ഉണ്ട്, വന്ന് എടുത്തോന്ന്. ഞാൻ പോകാണ്ട് മടിച്ച് നിൽക്കുന്നത്. ഇന്നിപ്പോൾ കയ്യോടെ പോയി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അന്നേരം നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല കളർഫുൾ ചക്കയായിരുന്നു കേട്ടോ. അന്നേരം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവരും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.